ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടാ. നമ്മൾ കുറച്ചൊരു ഏജ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാനും സ്നേഹിക്കാനും ഒരു സമയമല്ലേ അല്ലേ. ഒരാളും നമ്മളെ സ്നേഹിക്കില്ല, നമ്മൾ തന്നെയാണ് നമ്മളെ സ്നേഹിക്കേണ്ടതും വൃത്തിക്ക് നടക്കേണ്ടതും. ഒരുപാട് പൈസ ചിലവൊന്നുമില്ല കേട്ടാ. നമ്മുടെ അടുക്കളയിലുള്ള 2-3 സാധനങ്ങൾ വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാം. ഇതൊരു ഐസ് ക്യൂബാണ്. ഈ ഒരു ഐസ് ക്യൂബ് നമ്മൾ മുഖത്തൊന്ന് വെച്ച് കഴിഞ്ഞാൽ മതി, വെച്ചൊന്ന് ഉരച്ച് കഴിഞ്ഞാൽ അടിപൊളി മാറ്റാൻ നിങ്ങൾക്ക് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് സെലിബ്രിറ്റികളൊക്കെ വലിയ ഐസ് വെള്ളത്തിൽ മുഖമൊക്കെ പൊത്തി അവരുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം അതാന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മളെ പോലുള്ളവരൊക്കെ ചിലപ്പോൾ മുക്കി കഴിഞ്ഞാലേ തലവേനയും പനിയെടുത്തിട്ട് കിടക്കൂട്ടാ. ഞാൻ ഒരു തവണ മുക്കിയിട്ട് എനിക്ക് അനുഭവമുണ്ട്, നീരിറങ്ങണ പ്രശ്നമുള്ളവർക്കൊക്കെ. അപ്പോൾ ഒന്നുമില്ല, അപ്പോൾ സിമ്പിളായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. പിന്നെന്താ പറയുക, നമ്മളെ ഒരാളും നമുക്ക് സന്തോഷം കൊണ്ട് തരില്ല, ഒരാൾ നമ്മളോട് വൃത്തിക്ക് നടക്കുക ഭംഗിക്ക് നടക്കുന്നൊന്നും പറയില്ല. കാരണം നമ്മുടെ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് ഒരാൾക്കും വേണ്ടാത്ത ഒരു പ്രായമാണ് കേട്ടോ. അപ്പം നമുക്ക് പോലും നമ്മളെ വേണ്ടെങ്കിൽ പിന്നെ ആർക്കും നമ്മൾ ആവശ്യം ഉണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്ന വേഗം കാണിച്ചു തരാം. കുഞ്ഞു വീഡിയോ ആണ്, വേഗം കണ്ടാലോ നമുക്ക്. അപ്പൊ ഈ ഐസ് ക്യൂബ് എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഇങ്ങനെ ഒരു പ്ലേറ്റ്, ഒരു കിണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് നല്ല പോലെ കഴുകിയാൽ മതി. തൊലി ചെത്തണം എന്നൊരു നിർബന്ധമില്ല. ഇനിയിപ്പോ തൊലി ചെത്തണം എന്നുണ്ടെങ്കിൽ അതും പ്രശ്നമൊന്നുമില്ല കേട്ടാ. ഞാൻ മടിച്ചായ കാരണം ഞാൻ ചെത്തൂല. അപ്പൊ നിങ്ങൾ പറയും വിഷം ഉണ്ടാവില്ലേ, മണ്ണുണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ അത് നല്ല പോലെ കഴുകിയുണ്ട്. നിങ്ങൾക്ക് കഴുകിയ എന്താ പറയാ, തൊലി ചെത്തിയാലും നിങ്ങൾക്ക് സുഖം എന്ന് വെച്ചാൽ നിങ്ങൾ ചെത്തിക്കോ, കുഴപ്പമില്ല. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ചീവുണ്ട് കേട്ടാ. ഐസ് ക്യൂബ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് സ്നാക്സ് ആണ് ഉണ്ടാക്കണേന്ന് തോന്നാണ് അല്ലേ. നമ്മളിങ്ങനെ അടുക്കളകളെ പലതും എടുത്തിട്ട് പല കളികളും കളിക്കും. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല മക്കളാ. നമുക്ക് റിസൾട്ടാണ് വലുത്. അങ്ങനെ അങ്ങോട്ട് ഇത് ചീവട്ടെ കേട്ടാ. ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് കേട്ടാ. നമുക്ക് ഒരു 7-8 ദിവസത്തേക്കുള്ള ഐസ് ക്യൂബ് ഇതിന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ടാ. നല്ല പോലെ ചീകിട്ടാ. നമ്മൾ എന്നിട്ട് ചെയ്യേണ്ടതെന്നറിയോ, ഇതിന്റെ നീരെടുക്കണം. അപ്പൊ ഇതിങ്ങനെ ജസ്റ്റ് പിഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നീര് വരും കേട്ടോ. കണ്ട നല്ല സൂപ്പറായിട്ട് വരുന്നില്ലേ. കിട്ടണത് മതിട്ടാ. ഈ നീരുണ്ടല്ലോ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റാണ് കേട്ടാ. അരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ അരിക്കണം എന്നുണ്ടെങ്കിൽ അരിക്കും ചെയ്യാം. മാറ്റി വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അതിന്ന് പറഞ്ഞ ഒരു ഫ്രഷ് നീര് തന്നെ മതി. പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂണ് തേൻ ഇട്ടാ. അതിപ്പോ നമ്മൾ ഏത് തേന മേടിക്കണമെന്ന് വെച്ചാ അത് 1 സ്പൂണ് മതി. തേൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂണ് അരിപ്പൊടി. നമ്മുടെ വീട്ടിലുള്ള ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. നമ്മൾ നേരിട്ട് പൊടിപ്പിച്ചതാണെങ്കിൽ അത്രയും നല്ലത്. 1 സ്പൂണ് മതി കേട്ടോ. അപ്പൊ ഒരു ഉദ്ദേശം വെച്ച് ഇതിൽ കുടയുണ്ട്. 1 സ്പൂണ് നമ്മൾ ഇതിൽ കിട്ടൂട്ടാ. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാട്ടാ. നല്ല പോലെ മിക്സ് ആയിണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാനേ കുറച്ചുണ്ടാക്കണുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉണ്ടാക്കി വെച്ചത് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ കുറെ ഉണ്ടാക്കി വെച്ചിട്ട് അത് നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. സംഭവം ഫ്രീസറിൽ ഇരിക്കണത് നമുക്കൊരു 10-15 ദിവസമൊക്കെ ഇരിക്കും. എന്നാലും എനിക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും. ഞാനൊരു 7 ദിവസത്തേക്കുള്ളതൊക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പം അതിന് ഇതൊക്കെ ധാരാളമാണ്. പിന്നെ നമ്മുടെ ഐസ് ക്യൂബിൻ്റെ ആ ട്രേയുടെ വലിപ്പനുസരിച്ചാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ വെക്കാന്നറിയോ, കാണിച്ചു തരാം. ഇതേ പണ്ട് മുട്ട വെക്കാൻ വെച്ചിരുന്ന ട്രേ ആണ്. അത് പൊട്ടി. പിന്നെ ഇവിടെ ഐസ് ക്യൂബിൻ്റെ വെച്ച് കഴിഞ്ഞാൽ വല്ലവരും തെറ്റിയെടുത്തിട്ട് വിരുന്നുകാർക്ക് ഇനി സർബത്ത എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇത് എടുത്തിട്ടുണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആരും ഇല്ല, വെറുതെ അങ്ങനെയൊക്കെ സംഭവിച്ചാലോ എന്ന് വെച്ചിട്ട് എനിക്ക് തന്നെ ചില നേരത്തെ ബോധമുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇത് വേറൊരു ട്രേയിലാണ് വെച്ചിരിക്കണം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ട്രേയിലാണ്ട് സെപ്പറേറ്റ് വേറെ എന്തെങ്കിലും വെച്ചിരിക്കണം. അപ്പോൾ ഈ ഐസ് ക്യൂബ് കണ്ട ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാ. അടിപൊളി റിസൾട്ടാട്ടാ. നിങ്ങൾ ഈ മൂത്ത് ഇതുപോലെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. നോക്കിയേ, അടിപൊളിയാ. ഒരു ചെറിയൊരു ഒരണ്ട് കേട്ടോ. അപ്പൊ ഡെഡ് സ്കിന്നൊക്കെ പോവും. അപ്പൊ ഇതിൽ ഞാൻ വെക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇളക്കിയിട്ട് ഒഴിച്ചോളാം, അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ കട്ട പിടിക്കും. നല്ല പോലെ മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഓരോ കള്ളിയിലേക്ക്. കണ്ട ഇത്രയൊക്കെ ഉള്ളോ. രാത്രി ചെയ്ത് വെച്ചാൽ നേരം വെളുക്കുമ്പോഴത്തേക്കും സെറ്റായി. ഇളക്കി ഒഴിക്കണം, അല്ലെങ്കിൽ അടിയിൽ ഇത് പിടിക്കൂട്ടാ. അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് റിസൾട്ട് പറഞ്ഞോളൂ കേട്ടാ.